ശ്രീ സുഭാഷ് ചന്ദ്രൻ ഒരു നോവലിസ്റ്റ്, എഴുത്തുകാരൻ, കഥാകൃത്ത് എന്നുള്ള നിലയിൽ താങ്കൾ MTയെ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാവരും ആവർത്തിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളോട് അനുവാചകർക്ക് താതാത്മ്യപ്പെടാൻ പറ്റും, ഇത് ഞാനല്ലേ എന്ന് തോന്നുന്ന ഘട്ടമുണ്ടാവും എന്നാണ്. താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? എല്ലാ മലയാളിയിലും ഒരു MT ഉണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു കാലത്തിൻ്റെ ഭാവുകത്വത്തെ അദ്ദേഹം പുതുക്കി പണിതിട്ടുണ്ട്. നമ്മളെല്ലായ്പ്പോഴും പറയുന്നുണ്ട് MT ധാരാളം ലോകസാഹിത്യം വായിച്ച ആളാണ്, എന്നിട്ടും ലോകസാഹിത്യത്താൽ ബാധിക്കപ്പെടാതെ സ്വന്തം കൂടല്ലൂരിൻ്റെ കഥ എഴുതി എന്ന് പറയുന്നുണ്ട്. അതിന് മറ്റൊരർത്ഥമുള്ളത്, വിപുലമായ ലോകസാഹിത്യ പാരായണം കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കിയത് അന്നാട്ടിലെ എഴുത്തുകാരെല്ലാം അവരവരുടെ ഗ്രാമത്തെക്കുറിച്ചും അവരവരുടെ ജീവിതത്തെക്കുറിച്ചും മാത്രമാണ് എഴുതുന്നതാണ്. ആ വലിയ സത്യം വളരെ കുട്ടിക്കാലത്തെ അല്ലെങ്കിൽ യൗവനത്തിലെ മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടാണ് അദ്ദേഹം ധൈര്യപൂർവ്വം തൻ്റെ നാടിൻ്റെ കഥ എഴുതിയത്. അങ്ങനെ ഗ്ലോബൽ എന്ന് പറയുന്നത് തൻ്റെ ഗ്രാമത്തിൻ്റെ കഥ ആത്മാർത്ഥവും സത്യസന്ധവുമായി എഴുതുമ്പോൾ അത് ലോക കഥയായി മാറും എന്നുള്ള ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ ആദ്യ കഥാസമാഹാരത്തിൻ്റെ അവതാരിക അദ്ദേഹം പുതിയ കാലം പുതിയ കഥ എന്ന പേരിൽ എഴുതി തന്നപ്പോൾ അതിനകത്ത് ആദ്യത്തെ വാചകം ജെയിംസ് ജോയ്സിനെ പഠിച്ച ഒരു നിരൂപകൻ്റെ ഒരു വാചകം പറഞ്ഞിട്ടാണ്. ജെയിംസ് ജോയ്സ് പലപ്പോഴും പറഞ്ഞിരുന്നു അത്രേ, അയർലൻഡ് എന്ത് ചിന്തിക്കുന്നു എന്ന് അറിയുവാൻ വേണ്ടി ഞാൻ എൻ്റെ മനസ്സിലേക്ക് നോക്കുന്നു എന്ന ജോയ്സിൻ്റെ പ്രസിദ്ധമായൊരു വാചകം ഫ്രാങ്ക് ഒക്കോണർ പറയുന്നതായിട്ട് അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ടാണ് ആ അവതാരിക തുടങ്ങുന്നത്. അതായത് കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്ത് ചിന്തിക്കുന്നു എന്ന് അറിയുവാൻ വേണ്ടി തൻ്റെ സ്വന്തം കൂടല്ലൂർകാരനായിട്ടുള്ള തൻ്റെ സ്വന്തം മനസ്സിലേക്ക് അഗാധത്തിലേക്ക് നോക്കിയാൽ മാത്രം മതി എന്നുള്ള കലാതത്വം, രചനാതത്വം അദ്ദേഹം വളരെ നേരത്തെ മനസ്സിലാക്കിയിരുന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭീമനെ സങ്കല്പിക്കുമ്പോഴും സേതുവിനെ സങ്കല്പിക്കുമ്പോഴും ഗോവിന്ദൻകുട്ടിയെ സങ്കല്പിക്കുമ്പോഴും എല്ലാം ഒരേ ആർജവത്തോടെ എഴുതാൻ സാധിച്ചിരുന്നു. കാരണം താൻ പറയുന്നത് മനുഷ്യൻ്റെ കഥയാണ്, മനുഷ്യ കഥാനുഗായിയാണ് യഥാർത്ഥ എഴുത്തുകാരൻ എന്ന് നമ്മുടെ ഗംഭീരന്മാരായ കവികളിൽ നിന്ന് പിൻപറ്റിയ ഒരു അക്ഷര തത്വം അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഞാൻ അവസാനം അദ്ദേഹത്തെ കാണുമ്പോൾ രണ്ടാമൂഴത്തിലൊരു പ്രത്യേക കഥാസന്ദർഭത്തെ പറ്റി പറഞ്ഞതിന് ശേഷം അദ്ദേഹം അരമണിക്കൂറോളം മൗനത്തിലായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സ് മറ്റു പലതിലേക്കും പോയി, അദ്ദേഹത്തിൻ്റെ മനസ്സും മറ്റെവിടെയോ ആണെന്ന് കരുതി. അതിനുശേഷം ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, മിടുക്കനായിരുന്നു എന്നൊരു വാചകം പറഞ്ഞു. അപ്പോൾ എനിക്കത് മനസ്സിലായില്ല അദ്ദേഹം ആരെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ അടുത്ത വാചകം, നന്നായിട്ട് ഫൈറ്റ് ചെയ്തു എന്നാണ്. പിന്നെ ചോദിച്ചപ്പോൾ മനസ്സിലായി ഘടോൽക്കജനെ കുറിച്ചാണ് പറയുന്നത്. അരമണിക്കൂർ മുമ്പ് ഞങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച ആ വിഷയത്തിൽ 2500 വർഷം മുമ്പുള്ള ഒരു കഥാപാത്രത്തിൻ്റെ മനസ്സിലേക്ക് കയറിപ്പോയിട്ട് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുക്കുന്നു. അത് ഗോവിന്ദൻകുട്ടിയായാലും സേതുവായാലും നമ്മൾ അദ്ദേഹത്തിൻ്റെ കണ്ടറിഞ്ഞിട്ടുള്ള നിരവധി സിനിമകളിലെ കഥാപാത്രങ്ങളായാലും ആ കഥാപാത്രത്തിൻ്റെ മനസ്സിനകത്ത് കയറി നിന്നുകൊണ്ട് ജീവിതത്തെയും ലോകത്തെയും കാണുവാനുള്ളൊരു അസാധാരണ സിദ്ധി അദ്ദേഹത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് എഴുത്തുകാരൻ ഇപ്പോൾ ക്രാഫ്റ്റിനെയൊക്കെ പറ്റി പറയുമ്പോൾ പഴയ പലതരം ഭൗത്വങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും MTയുടെ രണ്ടാം പഴം നോക്കൂ, അതിൻ്റെ ക്രാഫ്റ്റ് നോക്കൂ, അത് ഏറ്റവും ആധുനികമായ ക്രാഫ്റ്റാണ്. ഒരു പഴയ കാലത്ത് ഇതിഹാസത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു ഏട് എടുത്ത് പുതിയ കാലത്തൊരു നോവലാക്കുമ്പോൾ അതിന് അതുവരെ ഇപ്പോൾ PK ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ ചെയ്തതുപോലെ ഒരു മാതൃക മലയാളത്തിന് മുമ്പ് ഉണ്ടായിട്ടും അതിനൊന്നും ഒരു തരത്തിലും ബാധിക്കാതെ ഏറ്റവും നവീനമായിട്ടുള്ള ഒരു ക്രാഫ്റ്റിലൂടെയാണ് MT അത് പണിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഈ വിപുലമായിട്ടുള്ള വൈദേശിക നോവലുകൾ വായിക്കുമ്പോൾ അവർ പുലർത്തിയ എഴുത്തിലെ തത്വദീക്ഷകളെ, അതിൻ്റെ സൗന്ദര്യങ്ങളെ മലയാളത്തിലേക്ക് പുതിയ രീതിയിൽ തൻ്റെ ഭാഷയുടേത് മാത്രമായ, തൻ്റെ സർഗാത്മകതയുടേത് മാത്രമായ ഒരു പുതിയ പരിപ്രേക്ഷ്യത്തിൽ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് വളരെ നന്നായി കഴിഞ്ഞിരുന്നു എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അങ്ങനെ സത്യത്തിൽ അങ്ങനെ വായിച്ച് തീർക്കാൻ കഴിയുന്ന ഗ്രന്ഥമല്ല MT. അതുകൊണ്ട് നമുക്ക് 1 മണിക്കൂർ ചർച്ചയിലോ 1 മണിക്കൂർ സംവാദത്തിലോ ഒതുക്കാനും കഴിയില്ല MTയെ.